ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബ്ലൗസിൻ്റെ പാർട്ട് 2 ആയിട്ടാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് 1 കാണുക, അപ്പോഴാണ് നമുക്കെല്ലാം മനസ്സിലാവുക. ഞാൻ പേപ്പർ കട്ടിംഗ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു ചാർട്ട് പേപ്പറിൽ. ഇനി നമുക്ക് ഒന്നും പേടിക്കാനില്ല, നമ്മുടെ ലൈനിങ് പീസിലാണ് നമ്മൾ ഈ ചാർട്ട് പേപ്പർ നമ്മൾ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. എല്ലാതും ഇത് ബാക്ക് പീസാണ്, ബാക്ക് പീസ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം, തുണി അഡ്ജസ്റ്റ് ചെയ്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എല്ലാതും വെച്ച് ചെയ്തിട്ട് വേണം ഇതാക്കാൻ കേട്ടോ. അപ്പം അതായത് ബാക്ക് പീസും മുൻ പീസും ഒക്കെ വെക്കുക. പിന്നെ കൈ പറ്റുകയാണെങ്കിൽ കൈ ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാമായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ പേപ്പർ വെക്കുമ്പോൾ കറക്റ്റ് അളവിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി അത് മാറിപ്പോകുന്നുള്ള പേടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു പിൻ ചെയ്തിട്ട് വെക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ അളവ് വിടുത്ത് നമ്മൾ എത്രയാണോ എടുത്തിട്ടുള്ളത് ആ വിടുത്ത് തന്നെ നമുക്ക് ആ സൈഡിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ബാക്ക് പീസിൽ നല്ലോണം നോക്കണം കേട്ടോ. ഫ്രണ്ട് പീസ് പിന്നെ നമ്മൾ ക്രോസ് ആയിട്ട് വെക്കണോണ്ട് അത് പ്രശ്നമില്ല. പക്ഷേ ബാക്ക് പീസ് നമ്മൾ ഇങ്ങനെ ശരിക്കും നോക്കിയിട്ട് തന്നെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നെക്ക് വിടുത്ത് മാറിപ്പോകും, അപ്പോൾ ഒരു വൃത്തികേടായിട്ട് ഇരിക്കും കേട്ടോ. ഫ്രണ്ട് പീസ് ലൈനിങ്ങിലും നല്ല ക്ലോത്തിലും ഒക്കെ നമ്മൾ ക്രോസ് ആയിട്ട് തന്നെ വെക്കണം. ഇത് പേപ്പറിൽ ക്രോസ് ആയിട്ട് വെച്ചില്ലേ, ഇനി പേപ്പറിൽ വെച്ചില്ലേ അതുകൊണ്ട് തുണിയിൽ വെക്കണ്ട എന്നുള്ളൊരു ഇത് മൈൻഡ് വേണ്ട. എല്ലാത്തിലും നമ്മൾ ക്രോസ് ആയിട്ട് തന്നെ വെക്കണം കേട്ടോ. ബാക്കല്ല, ഫ്രണ്ട് പീസ് ക്രോസ് ആയിട്ട് വെക്കണത് നമുക്ക് കുറച്ചൊരു ലൂസ് കിട്ടിയിട്ട് അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ടൈറ്റ് ഇല്ലാതെ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ക്രോസ് ബ്ലൗസ് നമ്മൾ തയ്ക്കണത്. സാധാ ബ്ലൗസിനേക്കാളും ക്രോസ് ബ്ലൗസാണ് എല്ലാവരും പ്രിഫർ ചെയ്യുക, കാരണം നമ്മുടെ കംഫർട്ടിന് എടുക്കാൻ പറ്റും കേട്ടോ. എല്ലാതും ഇതുപോലെ തന്നെ നമുക്ക് വെക്കണം. പിന്നെ ആദ്യം ലൈനിങ്ങിൽ വെക്കുക, പിന്നെ നല്ല പീസിൽ വെക്കുക, അങ്ങനെ കേട്ടോ. ബ്ലൗസ് ഞാൻ ഫസ്റ്റ് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബ്ലൗസ് തയ്ക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ. കാരണം നമ്മളൊന്ന് ചെയ്തു നോക്കൂല, കാരണം ആ ടക്ക് ശരിയാവില്ല എന്നുള്ളൊരു ഇതിൽ. അപ്പോൾ സാധാ ബ്ലൗസ് അടിക്കാൻ തന്നാലും ഞാൻ പ്രിൻസ് കട്ട് ബ്ലൗസ് തന്നെ ചെയ്തു കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് പഠിച്ചതിന് ശേഷമാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. പിന്നെ ടക്കൊക്കെ നമ്മൾ പേപ്പറിൽ ചെയ്ത് അതേപോലെ തന്നെ ആ ഒരു അളവിൽ തന്നെ നമ്മൾ കൊടുക്കുക കേട്ടോ. പിന്നെ ആ ടക്കിൻ്റെ അളവ് മാറിപ്പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മളൊരു ഭാഗത്ത് ചെയ്ത് തന്നെ മറ്റേ ഭാഗത്തും ചെയ്യുക. ഒന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ കളറിൽ ഇങ്ങനെ വരച്ചിട്ട് ഇതിങ്ങനെ മറിച്ച് കൊടുക്കുക, അതല്ലെങ്കിൽ ആ ഒരു അളവിൽ തന്നെ നമുക്കങ്ങനെ വരക്കണേക്കാളും ഈസി ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ നല്ല കളറിൽ വരച്ചിട്ട് ഇങ്ങനെ വരച്ച് എടുക്കുന്നതായിരിക്കും. ഇനി സ്ലീവും കട്ട് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. പിന്നെ ലൈനിങ് പീസിൽ കട്ട് ചെയ്തു. ഇനി നമുക്ക് നല്ല പീസിൽ കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് തെന്നി പോവാതിരിക്കാനാണ് കേട്ടോ അങ്ങനെ ഒരു കനം വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക, ലൈനിങ് പീസിനായിട്ടും അറ്റാച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ബോഡി പാർട്ടും നമ്മൾ ഇതുപോലെ വെക്കുക, നല്ല ശീലയിലാണ് കേട്ടോ. അപ്പോൾ ലൈനിങ് പീസിൽ വെച്ച് കാണിച്ചത് കൊണ്ടാണ് ഞാൻ നല്ല പീസിൽ ഇപ്പോൾ അടിച്ചു വിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്യാം. ഇതെല്ലാം ഒരുപോലെ അളവൊന്നും മാറിപ്പോവരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാം. ഇനി കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ പടി ഉണ്ടല്ലോ, താഴത്തെ ആ ഒരു പടി നമ്മൾ കട്ട് ചെയ്തെടുത്താൽ ഈ ഒരു ഭാഗം നമുക്ക് നല്ല തുണിയിൽ കറക്റ്റ് അളവിൽ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്യണം. നല്ല തുണിയിലുള്ളത് നല്ല കറക്റ്റ് അളവിൽ തന്നെ കൊടുക്കുക കേട്ടോ. പിന്നെ 2 പീസും കൂടി വേണം നമുക്കിതിന്. മൊത്തം മൂന്ന് ഒരു സൈഡിൽ 3 ഒരു സൈഡിൽ 3 അങ്ങനെ 6 പീസാണ് വേണ്ടത്. അപ്പോൾ 6 പീസിന് 2 പീസ് നമുക്ക് ലൈനിങ്ങും, അല്ലെങ്കിൽ വേറെ ഏത് തുണി ആയാലും ഉള്ളിൽ പോകണതുകൊണ്ട് കാണൂല. പിന്നെ നല്ല പീസ് നമ്മൾക്ക് ഒരേ ലെവലിൽ കട്ട് ചെയ്യുക, ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യുക കേട്ടോ. അതിൻ്റെ അളവ് മാറിപ്പോവരുത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ല പീസിൽ കട്ട് ചെയ്തതിന് ശേഷം ലൈനിങ് പീസിൽ കട്ട് ചെയ്യാം കേട്ടോ. ലൈനിങ് പീസിൽ കറക്റ്റ് അളവിനൊന്നും വെക്കണ്ട, പക്ഷേ അളവിൽ കൂടുതൽ വേണം കേട്ടോ. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശരിയാക്കിയിട്ട് അതെടുക്കാം. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഹുക്കും അതിൻ്റെ കൊളുത്തും വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഇതാണ് കേട്ടോ. കൊളുത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രിപ്പാണ് വേണ്ടത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് എത്രയാണോ ലെങ്ത്ത് വരുന്നത് ആ ലെങ്ത്തിൻ്റെ ഇത് നെക്കും കഴിച്ചിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവില്ലേ, ആ ഒരു ലെങ്ത്ത് കേട്ടോ. അതായത് ഒരു 14 ഇഞ്ചോ 13 ഇഞ്ചൊക്കെ മതിയാകും ആ ഒരു ലെങ്ത്ത് വേണ്ടത്. പിന്നെ ഒരു ഭാഗത്ത് 2.5 ഇഞ്ചും ഒരു ഭാഗത്ത് 3 ഇഞ്ചുമാണ് ഞാൻ സ്ട്രിപ്പ് എടുക്കുന്നത്. അതിനി 2 ഇഞ്ചും 2.5 ഇഞ്ച് അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതായത് നമ്മൾ ആ കുളത്ത് ഇടണ ആ ഒരു ഭാഗത്ത് കുറച്ച് വീതി ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് കൂടുതലായിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇട്ടിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ 2 സ്ട്രിപ്പും നമ്മൾ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട്. ഇനി നമുക്ക് വേണ്ടത് നെക്കിന് ഒരു ക്രോസ് പീസ് വേണം. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 1.5 ഇഞ്ചിലാണ് നമുക്ക് നെക്കിൻ്റെ സ്ട്രിപ്പ് നമ്മൾ കട്ട് ചെയ്യണത്. അത് ക്രോസ് ആണ് കേട്ടോ, ക്രോസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണത്. ഓക്കെ, ഇങ്ങനെ 2 സ്ട്രിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ പീസും നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ് വീഡിയോ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അപ്പോൾ ഓക്കെ, താങ്ക്